നമസ്കാരം, എല്ലാവർക്കും സദാൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സദാൻ മെനുവിൽ ഒരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. അപ്പോൾ ടീ കേക്ക് എന്നോട് കുറച്ച് നാളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസിപ്പി റിക്വസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ ഡിലേ വന്നതിൽ സോറി. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ടീ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ടീ കേക്ക്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ബീറ്ററൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. സദാൻ മെനു ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ ആദ്യം തന്നെ കേക്കിൻ്റെ ടിന്നൊന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലും താഴെയായിട്ട് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുക, എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ ടിന്ന് കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഞാൻ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ ടിന്നാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് ബട്ടർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ഹാൻഡ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ബട്ടർ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബീറ്റർ ഉണ്ടല്ലോ വിസ്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആവണം, അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സമയക്കുറവുകൊണ്ടാണ് ഞാനിപ്പോൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ബട്ടർ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ വരുന്നത് വരെ, അതായത് ബട്ടറിൻ്റെ കളർ ഒന്ന് ലൈറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുവാണ്. പൊടിക്കാത്ത പഞ്ചസാരയാണ്, പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൊടിക്കാതെ നമുക്ക് ചേർക്കാം. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ്, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ആവണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിസ്കോ ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലയോ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ഒഴിക്കാം. ഞാനിപ്പോൾ മൊത്തം 3 മുട്ട എടുക്കുന്നുണ്ട്. അതിൽ ഓരോ മുട്ടയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് രണ്ടാമത്തത് ഒഴിക്കുക. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെയാണ് ബട്ടറും മുട്ടയും റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് തണുപ്പൊന്നും പാടില്ല. അപ്പം ഞാൻ രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് വെച്ച് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരുവും വെള്ളക്കരുവും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായി കിട്ടും. അതായത് മഞ്ഞക്കരു ഈ ബട്ടറിൻ്റെ കൂടെ ബീറ്റ് ചെയ്തെടുക്കുക, വെള്ളക്കരു തനിയെ വേറൊരു ബൗളിനകത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുക, എന്നിട്ട് ലാസ്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെയും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ കേക്ക് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടും, നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഒരു എളുപ്പപ്പണിയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3ാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ വാനില എസൻസ് ചേർക്കുവാണ്. അപ്പോൾ ആ മുട്ടയുടെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ എസൻസ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം, ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു ബേസിക് ആയിട്ടുള്ള ടീ കേക്കാണ് ചെയ്യുന്നത്. കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ, ഞാൻ പറയാൻ വിട്ടു. കുക്കർ ഞാൻ സൈഡിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് നിരത്തിയിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അത് അരിച്ചിട്ട് ചേർക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് വിട്ടു പോകരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർക്കുവാണ്. പക്ഷെ മുഴുവനായിട്ട് ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർക്കാം. ആദ്യം കുറച്ച് മൈദ എടുത്തിട്ട് അരിച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഒന്നുകിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ബൗളിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചിട്ട് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അത് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറെല്ലാം എല്ലാ സ്ഥലത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. ഇപ്പോൾ ബേക്കിംഗ് പൗഡറിനകത്ത് ബേക്കിംഗ് സോഡ ഉണ്ട്. അതാണ് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ എന്നുള്ള അളവിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെറ്റ് മൈദ കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പം കപ്പിൽ മൈദ എടുക്കുമ്പോൾ അറിയാലോ, നന്നായിട്ട് മുകൾ ഭാഗം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വേണം നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈദയുടെ കട്ടയൊന്നും ഇല്ലാതെ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ബാക്കിയുള്ള മൈദയും കൂടി ചേർക്കുവാണ്. ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. കട്ട ഇല്ലാതെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ബാറ്റർ ഇപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് നമുക്കിതിനകത്തേക്ക് പാല് ചേർക്കണം. അപ്പോൾ ഞാൻ പാല് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. കാരണം ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അധികം നേരം ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പേ കുറച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഇതൊന്ന് നോക്കിക്കേ, ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ചേർക്കുന്നത്. പാലൊഴിക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്, ലോ സ്പീഡിൽ കുറച്ച് നേരം ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ നേരമൊന്നും ചെയ്തിട്ടില്ല. ആ പാലെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ക്രീമി ആയിട്ടാണ് ഇതിൻ്റെ ടെക്സ്ചർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കേക്ക് മോഡിലേക്ക് മാറ്റാം. അത് നമുക്ക് കേക്കിൻ്റെ ടിന്നൊക്കെ ബട്ടർ പേപ്പർ വെച്ച് ഞാൻ ലൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ. ബാറ്റർ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈവണായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, കാരണം ബാറ്റർ കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെയൊക്കെ ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഉപ്പിട്ടിട്ട് അതിന് മുകളിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പിന് പകരം നിങ്ങൾക്ക് മണൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുള്ള കേക്ക് ടിന്ന് ഞാനിപ്പോൾ കുക്കറിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലൊന്നും കേക്ക് ടിന്ന് മുട്ടാത്ത രീതിയിൽ വേണം നിങ്ങളിത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് കേക്ക് ചെക്ക് ചെയ്ത് നോക്കുവാണ്. അത് നോക്കിക്കേ, സ്ക്രൂവർ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് കുക്കറിൽ നിന്നും മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 45 മിനിറ്റ് വരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ അതിന് ഒരു 10 മിനിറ്റിൻ്റെ വേരിയേഷൻ വരാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുക്കർ തുറന്നിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് തണുക്കാൻ വെക്കാം കുക്കറിൽ നിന്ന് താഴെ വെച്ചതിന് ശേഷം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനി മോൾഡിൽ നിന്നും മാറ്റാം. അപ്പോൾ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പുൾ ചെയ്താൽ മതി. ഞാൻ നോക്കിക്കേ, നമ്മുടെ കേക്ക് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ കേക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് വരിക. ഉണ്ടാക്കി ഉടനെ നമ്മൾ കഴിക്കുന്നതിനേക്കാളും ശരി ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കുക. അപ്പോൾ ഞാൻ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണുള്ളതെന്ന്. ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കേ, നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അകത്ത് എങ്ങനെയാണുള്ളതെന്ന്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓവനിലൊക്കെ ബേക്ക് ചെയ്യുകയാണെങ്കിൽ മുകൾ ഭാഗം കൂടി ലൈറ്റായിട്ട് ബ്രൗൺ കളറിൽ വരും. ഇപ്പോൾ കുക്കർ ആയതുകൊണ്ട് അങ്ങനെ കാണില്ല. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റിയാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല മോയിസ്റ്റാണ്, ഡ്രൈ ആയിട്ടല്ല, നല്ല ബട്ടറി ആയിട്ടാണ് നമ്മുടെ ടീ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ കടയിൽ വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ല ടേസ്റ്റിയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കടയിലൊക്കെ ചിലപ്പോൾ ബട്ടറിന് പകരം എസൻസ് ഒക്കെ ആയിരിക്കും ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്നെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്